മലപ്പുറം ജില്ലയിലെ തിരൂര് മീപ്പിയങ്ങാടി ഗേൾസ് സ്കൂളുകാരാണ്. അപ്പോൾ ഞങ്ങളെ സ്കൂളിൽ പുഴ വീണ ശല്യം പിന്നെ ഇരിക്കാൻ സൗകര്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കംപ്ലൈന്റ് കൊടുത്തപ്പോഴും ഒരു ഇതും ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ പുഴ വീണത്. അപ്പൊ ഞങ്ങള് ഇത് ആദ്യം കൊണ്ട് ഞങ്ങൾ പ്രിൻസിപ്പലിനെ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞത് അത് എടുത്ത് കളഞ്ഞ് അങ്ങനെയാണ് അവരെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ നേരിട്ട് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചു. അങ്ങനെ ഞങ്ങൾ 1 മണി മുതൽ 4 മണി വരെ സമരത്തിലിരുന്നു. ഞങ്ങൾ 5 മണി 5:30 വരെ സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഒരു തീരുമാനം കണ്ടു. അങ്ങനെ പഞ്ചായത്തിൽ വെച്ചൊരു മീറ്റിംഗ് പറഞ്ഞു. അങ്ങനെ മീറ്റിംഗിന് ഞങ്ങൾ ഇന്നലെ ആയിരുന്നു ഞങ്ങൾക്ക് മീറ്റിംഗിന് പോയി അവർ താൽക്കാലികമായിട്ട് ചെയ്തു തരാവുന്ന ഒക്കെ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് താൽക്കാലികമായിട്ടല്ലത് വേണ്ടത്, ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പൊ ഞങ്ങൾക്ക് പുതിയ ഇപ്പോഴും ഞങ്ങൾ ഇരിക്കുന്ന 40 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ് 65 കുട്ടികൾ തിങ്ങിയിട്ടായിരിക്കണം. ഈ 40 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിലാണ് അവർ സീലിംഗ് ചെയ്തു തരാന്ന് പറഞ്ഞു. അതെല്ലാം ഞങ്ങൾക്ക് വേണ്ട, ഒരു ഷീറ്റ് വലിച്ചു കെട്ടി തരാന്നാ പറഞ്ഞത്. അപ്പൊ അതെല്ലാം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ടിട്ട് സ്റ്റുഡൻസ് തന്നെയാണ് വന്നത്, കംപ്ലൈന്റ് ആയിട്ട് വന്നത്. അപ്പൊ സാറ് പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ എന്തായാലും ഈ പണികൾ സ്റ്റാർട്ട് ചെയ്യാനാണ്. പിന്നെ മരം മുറിച്ച് മാറ്റാൻ ഉള്ള ഇത് പെട്ടെന്ന് തന്നെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ലാബും കാര്യങ്ങളും ഇതാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു എല്ലാം സമര നേതാക്കന്മാരാണ്. അജന്റയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവര് എന്നെ കാണാനാണ് അവര് രക്ഷകർത്താക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ മൈക്കിലോട്ട് സംസാരിച്ച അനാമിക +2 പഠിക്കുന്ന വിദ്യാർത്ഥിനി കൊച്ചുമോള് പറഞ്ഞ പോലെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ പറയുന്നത്. ഒന്ന് അവര് പഴയ ഒരു ഘട്ടത്തിലാണ് അവരുടെ ക്ലാസ് നടക്കുന്നത്. അവരുടെ ഈ കോമ്പൗണ്ടിന്റെ ഒരു സൈഡിൽ ഈ ഒരു വലിയ മരം നിൽക്കുന്നു, ഒരു പഴമരമാണ്. ആ മരത്തിൽ പുഴുവിൻ്റെ ശല്യമുണ്ട്. അപ്പം ആ മരം പിന്നെ വളർന്ന് ഇവർ ഇരിക്കുന്ന ഘട്ടത്തിലേക്ക് വന്ന് വീഴുകയാണ്. അപ്പോൾ അവർക്ക് ആഹാരം കഴിക്കുന്നതിനും ഇരുന്ന് ക്ലാസ്സിൽ പഠിക്കുന്നതിനൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെയാണ് അവർ അവിടെ ഒരു ദിവസം പിന്നെ പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ അറിഞ്ഞു പറഞ്ഞതിന് ഞാനതിൽ ഇടപെട്ടിരുന്നു. അപ്പം തന്നെ ജില്ലാ കളക്ടർക്കും DDക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിൽ യോഗങ്ങളും ഗവൺമെൻറ് കാര്യങ്ങൾ നടത്തുന്നത്. അതിലിപ്പോൾ 3.9 കോടി രൂപ കിഫി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് ഒരു 3 ആഴ്ചയ്ക്കകം പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു നല്ലൊരു ഘട്ടം കിട്ടുന്നതിന് വേണ്ടി അവിടെ കഴിയും. ഇത് കൂടാതെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഞാൻ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിന് ഇവർക്ക് 4 ക്ലാസ് റൂം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്നെ പ്രോജക്റ്റ് തയ്യാറാക്കി പിന്നെ ഗവൺമെൻറ് പരിഗണനയിലാണ്. അതും എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടി ഇതിന് കഴിയില്ല. പിന്നെ അവർക്കവിടെ സ്ഥലക്കുറവുണ്ടെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് ഡയറ്റിൻ്റെ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലവും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കെട്ടാൻ എങ്ങനെ കഴിയുമെന്ന് സംബന്ധിച്ച് ആലോചിക്കുകയാണ്. കളക്ടറോട്ട് ഞാൻ ഇപ്പോൾ സംസാരിച്ചു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട്ട് സംസാരിച്ചു. കുട്ടികൾ വന്ന ശേഷം തന്നെ അവിടുത്തെ പ്രിൻസിപ്പളോട്ട് സംസാരിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് ലാബിൻ്റെയും ലൈബ്രറിയുടെയും പിന്നെ പ്രശ്നമുണ്ട്. അപ്പോൾ ലൈബ്രറിയുടെ പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന പ്രശ്നമില്ല. ലാബിന് ഞാൻ അവർക്ക് ഒരു ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു. ലാബ് നിർമ്മിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ടൊരു ആവശ്യമുള്ള ഒരു ഫണ്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. ഫണ്ട് അനുവദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിന്നെ താൽക്കാലികമായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരുന്ന് പഠിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഈ വരാൻ പോകുന്ന ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഈ സൂചിപ്പിച്ച ഇവരുടെ പ്രശ്നങ്ങൾ
പെർമനൻ്റായിട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങളും ഈ കെട്ടണം എല്ലാം കെട്ടി കഴിയുമ്പോൾ പരിഹാരം കാണുമെന്നാണ് പറയാനുള്ളത്.